ക്രിക്കറ്റ് ലോകത്തെ എക്കാലത്തെയും വലിയ രണ്ട് ഇതിഹാസങ്ങളാണ് മഹേന്ദ്ര സിംഗ് ധോണിയും യുവരാജ് സിംഗും. ഇരുവരുടെയും പേരുകൾ കേൾക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എത്രയെത്ര മനോഹര നിമിഷങ്ങളാണ്. ലോകകപ്പ് വിജയങ്ങൾ, തകർപ്പൻ കൂട്ടുകെട്ടുകൾ, സമ്മർദ്ദ സാഹചര്യങ്ങളിൽ അവിശ്വസനീയമായ പ്രകടനങ്ങൾ. എന്നാൽ ഈ രണ്ട് മഹാരഥന്മാർ തമ്മിലുള്ള ബന്ധം എപ്പോഴും ഒരു ആഘോഷമായിരുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റ് കാലം മുതൽ ഇന്ത്യൻ ടീമിൽ ഒരുമിച്ചെത്തിയ ആദ്യ വർഷങ്ങൾ വരെ ഇവർക്കിടയിൽ ഒരു തണുപ്പൻ യുദ്ധം നിലനിന്നിരുന്നു. കളിയാക്കലുകളും പരിഹാസങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടം. ആ പഴയ കലിപ്പുകൾ എങ്ങനെയാണ് ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ ഒരുമിച്ചുള്ള വിജയങ്ങളിലേക്ക് വഴിമാറിയത്? ബീഹാറി വിളി മുതൽ ലോകകപ്പ് ഫൈനലിലെ ആ ചരിത്ര 6 വരെയുള്ള ആ സൗഹൃദത്തിന്റെ അറിയാക്കഥകളിലേക്ക് ഒരു തിരിഞ്ഞ നോട്ടം. MS ധോണിയും യുവരാജ് സിംഗും ഏകദേശം സമപ്രായക്കാരാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ വ്യത്യസ്ത ടീമുകൾക്കായി കളിച്ചിരുന്നെങ്കിലും അന്ന് മുതൽക്ക് ഇരുവരും പരസ്പരം അറിയാമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഇവർക്കിടയിൽ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇരു താരങ്ങളെയും അടുത്തറിയുന്നവർ പറയുന്നു. ധോണി ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ യുവരാജ് സിംഗ് അപ്പോഴേക്കും ടീമിലെ സൂപ്പർ താരമായി വളർന്നു കഴിഞ്ഞിരുന്നു. തന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെയും മികച്ച ഫീൽഡിങ്ങിലൂടെയും യുവ ആരാധകരുടെ മനം കവർന്നിരുന്നു. എന്നാൽ പുതുമുഖമായി എത്തിയ ധോണിയോട് യുവരാജിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് അന്നത്തെ സഹകളിക്കാർ ഓർത്തെടുക്കുന്നത്. ഒരുതരം അവഗണനയും ചിലപ്പോഴൊക്കെ പരിഹാസവും ധോണിക്ക് യുവരാജിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നു. യുവരാജിന്റെ ഈ പെരുമാറ്റം ധോണിയെ ആദ്യ വർഷങ്ങളിൽ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നേക്കാം. ധോണി ഇന്ത്യൻ ടീമിൽ എത്തിയ ആദ്യകാലങ്ങളിൽ യുവരാജ് സിംഗും മറ്റു ചില കളിക്കാരും ചേർന്ന് അദ്ദേഹത്തെ കളിയാക്കാൻ ഉപയോഗിച്ച ഒരു പേരുണ്ടായിരുന്നു, ബീഹാറി. ധോണിയുടെ ജാർഖൻ പേരുകളെ ലക്ഷ്യം വെച്ചുള്ള ഈ വിളി കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അന്ന് ധോണിയെ അത് വല്ലാതെ ചൊടിപ്പിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ വിളിക്ക് പുറമെ ധോണിയുടെ ബാറ്റിംഗ് ശൈലിയും യുവരാജ് നിരന്തരം വിമർശിച്ചിരുന്നു. 4കളും 6കളും അടിക്കുന്നത് വലിയ കാര്യമല്ല, മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കുന്നതാണ് ഒരു കളിക്കാരന്റെ മികവ് എന്ന് പറഞ്ഞ യുവി ധോണിയെ പരിഹസിക്കുകയായിരുന്നു. എന്നാൽ ധോണി ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചതോടെ സ്ഥിരമായി മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കാൻ തുടങ്ങി. ഇത് യുവരാജിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയെന്ന് തോന്നുന്നു. ധോണിയുടെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കണ്ട് മറ്റ് കളിക്കാർ അദ്ദേഹത്തെ പ്രശംസിക്കാൻ തുടങ്ങിയപ്പോൾ യുവരാജ് മറ്റൊരു വാദവുമായി രംഗത്തെത്തി. ടെസ്റ്റ് മത്സരങ്ങളാണ് ഒരു കളിക്കാരന്റെ യഥാർത്ഥ മൂല്യം അളക്കുന്നത്. പരിമിത ഓവർ ക്രിക്കറ്റിൽ ധോണി തിളങ്ങുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ ഭാവി പ്രകടനങ്ങളെക്കുറിച്ച് ഒരു സംശയം ഉന്നയിച്ച് ധോണിയെ മാനസികമായി തളർത്താനുള്ള ശ്രമമായിരുന്നു യുവയുടേത്. ഈ പരിഹാസങ്ങളും നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകളും ധോണിയെ വല്ലാതെ മടുപ്പിച്ചിരിക്കണം. ഒരു ദിവസം ധോണി യുവരാജിനോട് തുറന്നു ചോദിച്ചു, അത് മനസ്സിലാകും, പക്ഷേ ഒരു കാര്യം പറയൂ, നിങ്ങൾ എപ്പോഴും എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? ധോണിയുടെ ഈ ചോദ്യം യുവരാജിനെ ഒരു നിമിഷം ചിന്തിപ്പിച്ചിരിക്കാം. ഒരു പക്ഷേ ധോണിയുടെ ലാളിത്യവും നേരിട്ടുള്ള ചോദ്യവും യുവയുടെ മനസ്സിൽ ഒരു മാറ്റം വരുത്തി. ആ ഒരു സംഭാഷണത്തോടെ ഇരുവരും തമ്മിലുള്ള അകൽച്ച അവസാനിച്ചുവെന്നും പിന്നീട് അവർ മികച്ച സുഹൃത്തുക്കളെ മാറിയെന്നുമാണ് ക്രിക്കറ്റ് ലോകം വിശ്വസിക്കുന്നത്. ആ ഒരു ദിവസം മുതൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാവുകയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിലെ കൈപ്പേറിയ ഓർമ്മകൾക്ക് ശേഷം ധോണിയും യുവരാജും തമ്മിലുള്ള സൗഹൃദം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്നായി മാറി. ഇരുവരും ഒരുമിച്ചിറങ്ങിയ മധ്യനിര കൂട്ടുകെട്ടുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് എത്രയോ വിജയങ്ങൾ നേടിക്കൊടുത്തു. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പരസ്പരം താങ്ങും തണലുമായി നിലകൊണ്ട അവർ ഗ്രൗണ്ടിലെ മികച്ച ധാരണയോടെ ബാറ്റ് ചെയ്തു. 2007 പ്രഥമ T20 ലോകകപ്പ് വിജയവും 2011 ഏകദിന ലോകകപ്പ് വിജയവും ഈ സൗഹൃദത്തിന്റെ ഉദാത്ത മാതൃകകളാണ്. 2011 ലോകകപ്പ് ഫൈനലിൽ ധോണി നേടിയ ആ ചരിത്ര 6-ന് ശേഷം യുവി ആലിംഗനം ചെയ്തുകൊണ്ട് ധോണി അഭിനന്ദിച്ചത് അവരുടെ സൗഹൃദത്തിന്റെ തീവ്രത തെളിവാക്കുന്നതായിരുന്നു. ആ ലോകകപ്പിൽ യുവരാജ് സിംഗ് ആയിരുന്നു ടൂർണമെന്റിലെ താരം. ധോണിയുടെ ക്യാപ്റ്റൻസിയും യുവരാജിന്റെ ഓൾറൗണ്ട് പ്രകടനവും ഇന്ത്യൻ ടീമിന് ആ ലോകകപ്പ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണിയുടെ തന്ത്രങ്ങളും യുവരാജിന്റെ അസാമാന്യമായ പ്രതിഭയും ഒരുമിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പുതിയ ഉയരങ്ങൾ കീഴടക്കി. ലോകകപ്പ് വിജയങ്ങൾക്ക് ശേഷം യുവരാജ് സിംഗിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചപ്പോൾ ധോണി അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നു. രോഗവിമുക്തി നേടി തിരികെ ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ ധോണി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി. ഈ സമയങ്ങളിലെല്ലാം ഇവർ തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമായി. ഇന്ന് യുവരാജ് സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് വിവിധ ക്രിക്കറ്റ് ലീഗുകളിൽ ഭാഗമാകുമ്പോൾ MS ധോണി ഇപ്പോഴും IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായി നിറഞ്ഞു നിൽക്കുന്നു. ഇരുവരും വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദവും പരസ്പര ബഹുമാനവും ഇന്നും അടിയുറച്ചതാണ്. പല അഭിമുഖങ്ങളിലും യുവരാജ് സിംഗ് ധോണിയെ ഒരു മികച്ച നായകനായും സുഹൃത്തായും വാഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ ധോണിയും യുവരാജിന്റെ പ്രതിഭയും കളിയിലെ സ്വാധീനത്തെയും കുറിച്ച് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ധോണി യുവരാജ് ബന്ധം ക്രിക്കറ്റ് ലോകത്തിന് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. ആദ്യകാലങ്ങളിലെ അസ്വരസ്യങ്ങളും
അസൂയയും കടന്ന് പരസ്പര ബഹുമാനത്തിലൂടെയും പ്രതിഭയെ അംഗീകരിച്ചതിലൂടെയും എങ്ങനെ വലിയ വിജയങ്ങൾ നേടുമെന്ന് ഈ സൗഹൃദം കാണിച്ചു തരുന്നു. ഒരു പക്ഷേ ആ ബീഹാറി വിളി മുതൽ ടെസ്റ്റ് ക്രിക്കറ്റ് വാദം വരെ യുവരാജ് ഉയർത്തിയ വെല്ലുവിളികൾ ധോണിയെ ഒരു മികച്ച കളിക്കാരനും പിന്നീട് ഒരു ഇതിഹാസ നായകനുമാക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അവരുടെ പ്രകടനങ്ങൾ പോലെ തന്നെ വ്യക്തിജീവിതത്തിലെ ഈ സൗഹൃദവും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എപ്പോഴും സ്മരിക്കപ്പെടും. ധോണിയുടെ ക്യാപ്റ്റൻ കൂൾ സ്വഭാവവും യുവയുടെ സിക്സർ കിങ് പ്രതിഭയും ഒരുമിച്ചപ്പോൾ സംഭവിച്ചത് ചരിത്രമായിരുന്നു. ആ ചരിത്രത്തിന്റെ ഓരോ താളുകളിലും അവരുടെ സൗഹൃദത്തിന്റെ അടിയൊഴുക്കുകളും നമുക്ക് വായിച്ചെടുക്കാം.